സാഭിമാനം സാഹിത്യനഗരം. സ്മൃതി. മലബാർ കലക്ടറും മലബാർ മാനുവൽ രചയിതാവുമായ വില്യം ലോഗനെക്കുറിച്ചുള്ള ഈ ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കിയത് പത്രപ്രവർത്തകനായ KF ജോർജ്. മലബാർ മാനുവൽ രചനയിലൂടെ ചരിത്രത്തിൽ അനശ്വരനായിത്തീർന്ന വില്യം ലോഗൻ 1841 മെയ് 17 സ്കോട്ട്ലൻഡിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു. എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ സിവിൽ സർവീസ് പരീക്ഷ ജയിച്ച് മദ്രാസ് സിവിൽ സർവീസിൽ നിയമനം നേടി. 1862 തമിഴ്നാട്ടിലായിരുന്നു ആദ്യ നിയമനം. 1875 മലബാർ കലക്ടറും മജിസ്ട്രേറ്റുമായി നിയമനം ലഭിച്ചു. 1888 വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്നു. മലബാറിന്റെ സാമ്പത്തിക പുരോഗതിയിൽ വില്യം ലോഗൻ ശ്രദ്ധാലുവായിരുന്നു. ഭൂമിയുടെ ജന്മ രേഖകളെക്കുറിച്ച് പഠിച്ച് മലബാർ ടെനൻസി റിപ്പോർട്ട് തയ്യാറാക്കി. കൂട്ടായ്മ നിയമങ്ങളുടെയും സാമൂഹ്യ പരിഷ്കരണത്തിന്റെയും പിതാവാണ് അദ്ദേഹമെന്ന് ആ റിപ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും. തലശ്ശേരിയിൽ അദ്ദേഹത്തിന്റെ സ്മരണയിൽ ലോഗൻസ് റോഡ് ഇന്നും നിലവിലുണ്ട്. ഇന്ത്യ ഗസറ്റിയറും അതാത് ജില്ലകളുടെ ചരിത്രത്തെയും പുരസ്കാരത്തെയും ഭരണത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ജില്ലാ മാനുവലുകളും പ്രസിദ്ധീകരിക്കാനുള്ള സമഗ്ര പദ്ധതി സർക്കാർ തയ്യാറാക്കി. മലബാറിനെ സംബന്ധിക്കുന്ന മാനുവൽ എഴുതാനുള്ള ചുമതല ജില്ലാ കലക്ടറായ ലോഗനിൽ നിക്ഷിപ്തമായി. മാനുവലിന്റെ 1ാം വോള്യം 1887 പ്രസിദ്ധീകരിച്ചു. ഈ രചനയ്ക്ക് പ്രത്യേക പ്രതിഫലമായി 1000 രൂപ അദ്ദേഹത്തിന് ലഭിച്ചു. മലബാറിലെ ഭൂമിയുടെ അവകാശ സമ്പ്രദായത്തെക്കുറിച്ചും മലകളെക്കുറിച്ചും പുഴകളെക്കുറിച്ചും ആചാര സമ്പ്രദായങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും വിശദമായ പഠനമാണ് അദ്ദേഹം നടത്തിയത്. സൗകര്യങ്ങൾ വളരെ കുറവായ അക്കാലത്ത് മലബാറിനെക്കുറിച്ച് ഇത്രയും വിസ്തരിച്ചു പഠിക്കാൻ അദ്ദേഹവും കീഴുദ്യോഗസ്ഥരും വളരെയേറെ ക്ലേശിച്ചിട്ടുണ്ടാകണം. അന്നത്തെ ജനജീവിതം മനസ്സിലാക്കാൻ ഇന്നും ആശ്രയിക്കാവുന്ന ആധികാരിക രേഖയാണ് മലബാർ മാനുവൽ. നാടോടി വിജ്ഞാനം, ഗ്രാമീണ ജീവിതരീതി, മലബാറിലെ ഫോക്ലോറുകൾ എല്ലാം അദ്ദേഹം പഠനവിധേയമാക്കുന്നു. മലബാറിൽ ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടുന്ന ലഹളകൾ കാർഷിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് ലോഗൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് രൂപം കൊണ്ടപ്പോൾ തെക്കേ മലബാറിൽ മാപ്പിള സ്കൂളുകൾ തുടങ്ങുവാനുള്ള പരിപാടികൾക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നേതൃത്വം നൽകി. 1888 വില്യം ലോഗനെ കടപ്പ ജില്ലയുടെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജിയായി സ്ഥലം മാറ്റി. 2 മാസത്തിനു ശേഷം ജോലി രാജിവെച്ച് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. എഡിൻബർഗിലെ കോളിൻടണിൽ 1914 ഏപ്രിൽ 3 വില്യം ലോഗൻ അന്തരിച്ചു. കോഴിക്കോടിന് സാഹിത്യനഗര പദവി കിട്ടിയതിനു പിന്നിൽ ഒരുപാട് പേരുടെ കൂട്ടായ്മയുണ്ടായിരുന്നു. ഞാൻ മാതൃഭൂമിയിലെ ചിത്രകാരനായ ആർട്ടിസ്റ്റ് മദനൻ. ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണെങ്കിലും ഇപ്പൊ ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. 79-80 കാലഘട്ടത്തിൽ ഞാൻ BA ഹിസ്റ്ററിയിൽ ഡിഗ്രി എടുത്തതിന് ശേഷം ആദ്യ ജോലി എനിക്ക് കിട്ടിയത് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിട്ടാണ്. ചിത്രകല വീട്ടിൽ നിന്ന് അച്ഛനിൽ നിന്നും പഠിച്ചു. 1980 ആർട്ടിസ്റ്റ് നമ്പൂതിരി മാതൃഭൂമി വിട്ടു പോകുന്നത്. പിന്നെ ചിത്രം വരയ്ക്കാൻ മാതൃഭൂമിക്ക് ഒരു ചിത്രകാരനെ ഉണ്ടായിരുന്നുള്ളൂ, AS നായർ. AS നായർ പിന്നീട് ഒരു ചിത്രകാരനെ തേടിയിട്ടാണ് എന്റെ ചിത്രങ്ങൾ ദേശാടനം കണ്ടിട്ട് എന്നെ വിളിപ്പിക്കുകയായിരുന്നു മാതൃഭൂമിയിൽ ചേരാൻ. ഞാൻ അധിക ദിവസവും ആകാശവാണിയിൽ പോവായിരുന്നു. കാരണം എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഉദയഭാനു. അക്കാലത്ത് അവിടെയുള്ള വളരെ പ്രൊഫസറായുള്ള സംഗീത സംവിധാനം ചെയ്ത K. കുഞ്ഞിരാമൻ, ES നമ്പീശൻ എന്ന് വേണ്ട എല്ലാ പ്രമുഖരെയും എഴുത്തുകാരെന്ന് പറഞ്ഞ് പറയാനില്ല. കോഴിക്കോടിനെ സംബന്ധിച്ചിട്ട് കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്ത് നിലത്തിരുന്ന് നിന്നുകൊണ്ട് കോഴിക്കോടിനെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇന്ന് കാണാത്ത പലതും ഞാൻ അക്കാലത്ത് നടന്ന് പോയി വരച്ചിട്ടുണ്ട്. പഴയ കാലത്തിലെ പഴയ കെട്ടിടങ്ങളും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. 24 അവസാനം ഡിസംബർ മാസം കോഴിക്കോടിന്റെ വീഥികളിലെ കൂടി നടക്കുമ്പോൾ പൂർവ്വജന്മത്തില് ഞാൻ വളർന്നത് കോഴിക്കോടാണോ എന്ന് തോന്നുന്ന തരത്തിലാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ 7:10.